ഓണക്കോഴി എനിക്ക് കിട്ടിയതാണ് ഇത്. ഓക്കെ, ഒരു ഈ ഡിസൈൻ നിങ്ങൾ നോക്കി. ഇത് ഫിനിക്സ് അല്ലേ? അല്ല, ഇത് ഫിനിക്സ് അല്ല. ഇപ്പൊ ഒരു പാട്ട് പാടിയല്ലേ? അച്ചടി വെച്ചിരി അച്ചാർ അങ്ങനെ മെച്ചത്തിൽ പല പച്ചക്കറി വെച്ചുണ്ടാക്കിയ കൊച്ചിക്കാരി കൊച്ചടത്തിക്കുന്നോടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് ഇന്നലെ താമസിച്ചോ ഇവിടെ നമ്മുടെ ഇടുക്കിയിലാണ്, കല്ലാറൂട്ടിലാണ്. ഇന്നാണ് നമ്മുടെ തിരുവോണം അല്ലേക്കാ? തിരുവോണം ഓണപരിപാടികൾ. ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം ആഘോഷിക്കാത്തവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. അതെ, ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. എന്നെ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. അപ്പൊ എത്തി, നമ്മളെല്ലാരും ഇട്ട് നോക്കുകയാണ്. കളക്ഷൻസ് ഒക്കെ ഉണ്ട്, കറക്റ്റ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ ടീഷർട്ട് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അതെ ഗൈസ്, എന്തായാലും നമുക്ക് ഇനി കൊമ്പന്റെ വീട്ടിൽ പോകണം അല്ലേ? വീട്ടിൽ പോകണം. അതിന് മുന്നേ ഇന്നലെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു. എന്തപ്പോ അതൊക്കെ പോയി കണ്ടോ. അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഇവിടെയാ, കല്ലാറൂട്ടി പാലം. അത് കല്ലാറൂട്ടി ഡാം, ഇത് അതിന്റെ പാലം. അല്ല, ആ മലന്റെ ആടോ 2 ടവർ കാണാൻ പറ്റുന്ന പറഞ്ഞോ. ടവറിന്റെ ബാക്കിലാണ് കൊമ്പന്റെ വീട്. പക്ഷെ ഇതൊന്നുമല്ല, വേറെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ സമയം 6:04. നമ്മൾ 2 മണിക്കൂർ എത്തിക്കണം. അതായത് മിസ്റ്റർ KMC കൊമ്പന്റെ നാട്ടിൽ നമ്മൾ വന്നിട്ട് അവൻ നമ്മളെ 4, 5, 6 4 മണിക്കൂർ പോസ്റ്റ്. കാരണം കൊമ്പാച്ചൻ ഇവിടെ വന്നില്ല. ഞങ്ങൾ ഈ പാലം, അവിടുത്തെ ആ പാലം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പോകുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കളിക്കുക. അതാണെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഞാൻ നോക്കാൻ നേരം ഞാൻ റാഷി ടിവിയോട് പറഞ്ഞു, റാഷി ടിവി ഇവിടെ പൊക്കത്ത് നിൽക്കണ്ട, കുറച്ച് ഇറങ്ങുമ്പോ റേഞ്ച് ഒരു സ്ഥലത്ത് നിൽക്കുക, ബാക്കി പരിപാടി ചെയ്യുക. അങ്ങനെയാണ്. റേഞ്ച് വരുമ്പോ സാധനം നോക്കാം, അത്രേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ നിൽക്കുന്നിടത്ത് റേഞ്ച് കിട്ടുന്ന വാശി പിടിച്ച് നടക്കൂല. ഇവിടെ കുറെ അതിശയിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. KSRTC മോഡിഫൈഡ് കാസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് കുറെ കാര്യങ്ങൾ കണ്ടു. പിന്നെ ടവർ പുരാവനുണ്ട്, ടവർ എല്ലാം കണ്ടു ഞങ്ങൾ. അത് കൊള്ളായിരുന്നു. ഇക്ക പാവോ ഇവിടെ വരും, എന്നിട്ട് അവിടെ പോയി നടന്ന് കോടയൊക്കെ കുത്തിരിപ്പോ നടക്കാം. അമ്മാതിരി പോസ്റ്റാണ് KMC കൊമ്പ്. ഈ നടത്തം ഞങ്ങള് എറണാകുളത്തേക്ക് ഇറന്നിട്ട് ഞങ്ങളിപ്പോ വൈറ്റിലെത്തിയാണ്. എന്തൊക്കെയാണ് നോക്കണേ. ഓ, എന്ത് വിഷ്വൽ ബ്യൂട്ടി അല്ലേ. ഇത് കുറെ നാട്ടുകാർക്ക് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവര് ഫുൾ അടയ്ക്കാതെ കുറച്ച് തുറന്നു വെച്ചെന്നാണ് മിസ്റ്റർ ഫോക്കസ് മൈം പറഞ്ഞത്. അല്ലാണ്ട് ഇതൊന്നും എന്റെ അറിവല്ല. ഇന്ന് എത്ര കലോറി കുറഞ്ഞിക്കാൻ നടന്നു. ഡാമിൽ നിന്ന് പാലത്തിലേക്ക്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കൂട്ടുകാരുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. അവരെ വീട്ടിൽ നമ്മളെ വരുന്ന വിളിച്ചിട്ട് അവസാനം അവനെ കാത്തിരിക്കേണ്ട അവസ്ഥ. നാട്ടുകാർ നമ്മൾ സംശയിക്കാൻ തുടങ്ങി. ഉമ്മാരെ ഉടായ്പിക്കാൻ വന്നോടാ. കണ്ടു മനസ്സിലാത്ത 3 ആൾക്കാർ കടന്നു. അത് ആ പാലം ഈ പാലം കൂടി കടന്ന് അവര് വിചാരിച്ചാണ് നമ്മള് ഉത്രാടമാണ്. ഞങ്ങൾക്ക് ഫുഡ് പോലും കിട്ടിയില്ല. പഴംപൊരി, അതും ഫേമസ് ഒരു പഴംപൊരി കട. അവിടെ പോയ അടികൂടിയാണ് പഴംപൊരി മേടിച്ചത്. അത് അടിപൊളി പഴംപൊരിയായിരുന്നു. അതെങ്കിലും അടിപൊളി. ഇനി എന്തൊക്കെ കാണാൻ കിടക്കേണ്ടത് അറിയില്ല. എന്തായാലും വന്നോണ്ടിരിക്കുന്നുണ്ട് ആശാൻ എന്നാണ് നമ്മളോട് പറഞ്ഞത്. അവിടെ ഇറങ്ങിയിട്ടില്ല. ആരെയും ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് കാണാണ്ടെന്ന് നോക്കിയാ. പറഞ്ഞപ്പോ ചാർലി, ത്രിലോക് വരാന്ന് പറഞ്ഞായിരുന്നു, ത്രിലോക് വരാന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ആരൊക്കെയാണ്? പിന്നെ ആരാണ്? അവർക്ക് ഭാഗ്യമുണ്ട്. അതെ, ഇത്ര പോസ്റ്റ് ഒന്നും കൊടുത്തില്ല. ഗൈസ് കൊള്ളാം ഗൈസ്. സംഭവം നമ്മൾ ഇത്ര കുറ്റമൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ വിഷ്വൽ ബ്യൂട്ടി നമ്മൾ അതുമാതിരി പോസ്റ്റ് ആയി. എന്തായാലും കൊള്ളാം. ഇന്ന് ഗ്രാൻഡ് മാസ്റ്റർ അടിച്ചേനെ. ചിലപ്പോ മഴക്കുള്ള ചാൻസ് ഉണ്ട് നീയോ? നീ ഇല്ല. 3 പേരും നമ്മള് 3 പേരും. പിന്നെ കൊടയാണല്ലോ, ഷീറ്റല്ല. അതൊക്കെ അതിന്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി. നേച്ചറിനെ സ്നേഹിക്കുന്ന അങ്ങനെയാ. കുളികളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല മഴക്കാലത്ത് നോർമലി നമ്മുടെ അവിടെയൊക്കെ കൊച്ചിയിലെ എറണാകുളത്തൊക്കെ ആണെങ്കിൽ മറ്റേ കൊടയൊക്കെ സെയിൽ ചെയ്യും. ഇവിടെ മറ്റേ വാഴന്റെ സെയിൽ ചെയ്യും. വേറെ നമ്മള് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ 2 കട്ട അദ്ദേഹം കിട്ടി. എന്തായാലും മിസ്റ്റർ KMC കൊമ്പൻ വരട്ടെ, ബാക്കി വെച്ചിട്ടുണ്ട്. വന്നിട്ട് ബാക്കി കണ്ടുതരാം. ഇതൊക്കെ കൊമ്പനെ കളിയാക്കാനുള്ളതാണ് കേട്ടോ, നാടിനെയോ അങ്ങനെയുള്ള ഓൺലി ഫോർ കൊമ്പൻ. എന്തായാലും നമുക്ക് കൊമ്പാച്ചൻ വന്നിട്ട് കാണാം. ഗൈസ്, അങ്ങനെ ഫൈനലി കണ്ണാപ്പി വന്നേ. കണ്ണാപ്പി എടാ ഇങ്ങോട്ടാണ് ഇൻഡിക്കേറ്റർ. അടിയ നിന്നെ. നിങ്ങളുടെ ഇറങ്ങി നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ടല്ലേ. നിങ്ങളുടെ ഇറങ്ങി നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്.
ഇടുക്കിയിൽ ആദ്യമായിട്ട് അതല്ല RC. ഇവിടുത്തെ ആദ്യത്തെ RC ആണ്. അത് ബഹുമാനം. ഞങ്ങൾ പഴംപൊരി കട ചെന്നപ്പോ പഴംപൊരി ഇല്ലായിരുന്നു. കൊമ്പച്ചന്റെ കൊമ്പന്റെ RC ആദ്യമായിട്ട് കൊണ്ടുവന്ന ആളത് 5 മുടി കളർ. മുടി. അതാണ് ആദ്യമേ പറയാം. പിന്നെ RC കൊണ്ടുവന്ന ആളല്ലേ ഇങ്ങോട്ട് ചോദിച്ചു. ഫസ്റ്റ് കൊച്ചി കണ്ട ആളല്ലേ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് നീ വെച്ചിട്ട്. അതെ നീ ഇറങ്ങി നിനക്ക് 2 പണി ഒരാൾ അവിടെ അരമണിക്കൂറായി പോയിട്ട് അവിടെ വസ്ത്രാക്ഷേപം നടത്തുക. കോട്ട് വരെ ഊരി വെച്ച് മറ്റേ ജാക്കറ്റ് ഞങ്ങൾ കളിയാക്കുന്ന കരുതിയാ. ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കാം. അതെ, നമ്മൾ ഇന്ന് കുറെ നടന്നേ, നമുക്ക് ഇന്ന് അറ്റം വരെ നടക്കണം. നടന്ന് ഓടി വരുന്നുണ്ട്, നമുക്ക് ഓടയിക്കാം. അവിടെ നാട്ടില് വന്നിട്ട് 4 മണിക്കൂർ പോസ്റ്റ് തരും ചെയ്തിട്ട് ഇവരൊക്കെ തൂക്കി ഡാമിലോട്ട് ഇട്ടാലോ. ഡാമിലെ ചെമ്പല്ലികൾക്ക് തിന്നാനിട്ട് കൊടുക്കും, വെട്ടി അരിഞ്ഞിട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞു ആ ടീഷർട്ടിന്റെ കാര്യം. ഇനി അവര് ആഴ്ച ടീഷർട്ട് KSRTC കൊമ്പാച്ച, KSRTC വണ്ടി ഉണ്ടായിരുന്നു. ഏതാണ്ട് RC യാ? അല്ലല്ല, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കോവിഡ് വിട്ടു ടാർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് റോഡില്ലായിരുന്നു, തൂക്കുവാനായിരുന്നു യാത്ര. യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അത്ര വൈബ് ഞാൻ കാണിച്ചു തരാം. ക്യാമറ ഒന്ന് ഇങ്ങോട്ട് കാണിച്ചു. ഇതായിരുന്നു അല്ലേ ഫ്രണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞ അവിടുന്ന് ഇറങ്ങി ഉറങ്ങി, അതായിട്ട് ഇവിടുന്ന് വന്ന് ഉറങ്ങി. ഉറക്കായിരുന്നു. അതെ ഫുഡ് വാങ്ങാൻ ഇങ്ങോട്ട് വരെ. ഉടനെ എന്റെ ഫോൺ, അയ്യോ അതിനിവിടെ ജീപ്പേ ഇല്ല, കയ്യില് വേണം പൈസ. കൊടുക്കല്ലോ കണക്ഷൻ. അത് തിരിച്ചു മൂക്ക് കിടി വരും. എന്തായാലും നമുക്ക് ഇനി കൊമ്പച്ചനെ വീട്ടിലെത്തിക്കണം. നമ്മൾ കൊമ്പന്റെ വീട്ടിലാണുള്ളത്. വീട്ടിലിപ്പോ എത്തിയതുള്ളൂ ഗൈസ്. വന്ന് കേറിയപ്പോഴേ പലഹാരങ്ങളും കൊമ്പാച്ചന്റെ വക, ഓണക്കോടി. ഗൈസ്, അപ്പൊ എന്തായാലും വാസ്കോ ഇതേപോലെ തന്നെ വീട്ടിലേക്ക് ഓണക്കോടി ആയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ അത് പോയെന്ന് കണ്ടോ ഗൈസ്. അപ്പം ബുട്ട് ക്യാമ്പിൽ നമുക്ക് അമ്മയ്ക്ക് അച്ഛന് ഓണക്കോടി എടുത്തായിരുന്നു. എനിക്ക് കിട്ടിയതാണ് ഇത്. ഓക്കെ, ഷർട്ടാണ്. അമ്മയ്ക്ക് ഇതേ ഒരു നൈറ്റി ഉണ്ട്. അമ്മ നോക്കിക്കേ. അതുപോലെ അച്ഛന് ഒരു ഷർട്ട്. അതെ, ഇക്കനോട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, അപ്പം എല്ലാവരും ഹാപ്പി അല്ലേ? എനിക്ക് കിട്ടിയതാട്ടോ അത് വൈറ്റ് ഷർട്ട്. ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ്. ഇവർക്കൊക്കെ അവിടെ തന്നെ മേടിച്ചത്. അതൊരു ഹാപ്പി ഓണം പറഞ്ഞേ. ഇങ്ങോട്ട് ഹാപ്പി ഓണം. ബൈ ബൈ. അയ്യോ, നമ്മള് പുറത്തുനിന്ന് കാണാൻ വേണ്ടി ഇറങ്ങണം. ഒരാൾ ഓടുന്നു ഗായ്സ്. അങ്ങനെ നമ്മുടെ ഓണദിനത്തിൽ നമ്മൾ ആനണ്ട മെയ് സാധനം അത്തം പോയ പൂക്കളം മനോഹരമായിട്ടിട്ടുണ്ട്. പക്ഷെ ഇതേത് പൂവാ? മാർക്ക് കുറയ്ക്കണ്ടേ പച്ച കളർ പൂ ഇടുന്ന. അതെ ഗൈസ്, അതെ. ഇവിടെ കൂടുതലും പൂ വെച്ചാൽ ഇതിടുന്നത് വെജിറ്റബിൾസ് വെച്ചിട്ട് അങ്ങനെ ഇടുന്നവരുണ്ട്, ഇങ്ങനെ അല്ലാണ്ട് ഇടുന്നവർ. അങ്ങനെ പല പല സ്കൂളിലൊക്കെയാണ് ഫുള്ള് പൂക്കൾ മാത്രം യൂസ് ചെയ്യുന്നത്. അതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ടായിരിക്കാം. അതെ ഗൈസ്. അപ്പൊ ഇനി ഓണം ഫോട്ടോഗ്രാഫ് ഫാമിലി ക്യാമറമാൻ ഞങ്ങള് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. മറ്റേ കാണിക്കാണ്ട് മെയിൻ സ്ഥലം കാണിക്കാനുണ്ട്. ഒറ്റക്ക് 4 ആളുടെ ഇടയിൽ കിട്ടണോ ഒറ്റയ്ക്ക്? ഞങ്ങള് കളിയാക്കുന്ന ഫസ്റ്റ് സ്ഥലം അതാണ്. കാരണം ഞങ്ങള് ഇവിടെ നിന്നാണ് തുടക്കം എല്ലാത്തിന്റെ. അല്ല മറ്റേ അതല്ല, ഇവിടെ ഞങ്ങള് ഒരു ദിവസം കൊക്കോ കഴിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ കൊക്കോ ഇങ്ങനെ പൊട്ടിച്ച് കഴിച്ചോണ്ടിരിക്കുന്ന ടൈമിലെ അപ്പൊ കുരു തുപ്പ ഞങ്ങൾ തുപ്പാൻ വേണ്ടി വന്നപ്പോ ഒരാൾ ഇങ്ങനെ മറ്റേ ചേമ്പലൊക്കെ ആയിട്ട് അടിയിൽ ഇങ്ങനെ വന്നിട്ട് കുരു തുപ്പല്ലേ ഇതിലോട്ട് ഇട്ടേക്ക് വളർത്താനുള്ള നമ്മുടെ ഹൈവേക്സിന്റെ ഒരു ടീഷർട്ടാണ്. ഇതൊക്കെ എടുത്ത് ആ സ്വർണ്ണമാലൊക്കെ എടുത്ത് കണ്ടു. സ്വർണ്ണമാല എടുത്ത് സമ്മതിച്ചു.
ഇത് റോൾ ഗോൾഡ് ആണ്, സ്വർണ്ണം നല്ലത്. ഇത് നമ്മുടെ ഒരു ഡിസൈൻ ആണ്. ഇത് ബ്ലൂ മണ്ടേല. ഇനി ഇത് ഇത് വേറെ ഡിസൈൻ. ഈ ഡിസൈൻ നിങ്ങൾ നോക്കി, ഇത് ഫിനിക്സ് അല്ലേ? അല്ല ഇത് ഫിനിക്സ് അല്ല, ലയൺ. സോറി സാധനം കണ്ടോ? നമ്മൾ 3 ഡിസൈനാണ് നമ്മൾ ടോട്ടലി ഇപ്പൊ ഇറക്കുന്നത് ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് ദിവസങ്ങളുള്ളിൽ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് എത്തും. കാരണം വെബ്സൈറ്റും കുറച്ച് ചെറിയ പണികൾ കാര്യങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് പ്രീ ഓർഡറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. അപ്പൊ നമ്മുടെ 3ാമത്തെ ഡിസൈൻ നമ്മുടെ ബക്രിയാണ് ഗൈസ്. ഫ്രണ്ടില് റെഡ് ഹൈവെക്സും അതുപോലെ തന്നെ അതവിടെ കയ്യിൽ നമ്മുടെ ഹൈവെക്സിന്റെ ലോഗോ വന്നിട്ടുണ്ട്. ഇതാണ് ഫീലിക്സ് ഗൈസ്. ഓക്കെ, നമ്മുടെ ഇതാണ് നല്ല പഫ് പ്രിന്റ് ആണ് കേട്ടോ ഗൈസ്. ഓക്കെ, പഫ് ആണ് വരുന്നതൊക്കെ. പരിചയപ്പെടുത്തി, എല്ലാരും പരിചയപ്പെടുത്തിക്കേ നമ്മുടെ എല്ലാവരും ഫോട്ടോ. രണ്ടാമത്തെ ഒരു ഡിസൈനും കൂടി ഉണ്ട് അല്ലേ, ഒരു ഓഫ് വൈറ്റിൽ വരുന്ന ഒരു ബട്ടർഫ്ലൈന്റെ. പക്ഷെ അത് റെഡി ആയിട്ടില്ല. അല്ല, ബട്ടർഫ്ലൈ അല്ലേ? അതെ, റെഡി ആയിട്ടില്ല. ഇല്ലെങ്കിൽ ഇപ്പൊ അത് ഇട്ടിരുന്നു. നമ്മൾ ഈ 3 ലോഞ്ച് ആക്കും. അതെ, അടുത്ത 3 വരും. ടോട്ടൽ ഇനി വേറെ 3 ഡിസൈൻ വരുന്നുണ്ട് ഗൈസ്. അപ്പൊ ടോട്ടൽ 6 ഡിസൈൻ വരുന്നുണ്ട്. അപ്പൊ ലോഞ്ച് ഡേറ്റ് എന്തെങ്കിലും ഫിക്സ് ആയിട്ടുണ്ടോ? നമ്മൾ പെട്ടെന്നുള്ള ഒരു സ്റ്റിക്കർ കട്ടിങ് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും അല്ല. എല്ലാം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് നിന്നെ റേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നീ മാർക്കോട് ഡിസൈൻ ആണ് റേറ്റ് ചെയ്യാ. അടിപൊളി അലമ്പ്. ഇതിന് ഇവിടുന്ന് അങ്ങോട്ട് നോക്കണ്ട, ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഓക്കെ, സോ അതാണ് ഇപ്പൊ അവസ്ഥ. പിന്നെ വേറെ കൊമ്പാച്ചിന്റെ തുടക്കം എന്ന് പറയുകയാണെങ്കിൽ എവിടെയായിരുന്നു കൊമ്പാച്ച തുടക്കം? എന്നോട് വന്നിട്ട് അറിയാം, ഏതൊരു മഹാൻ പോസ്റ്റ് ചോട്ടിൽ നിന്ന് പഠിച്ചെന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഈ പോസ്റ്റ് ചോട്ടിൽ ലൈവ് ഇട്ടിട്ടാണ് കൊമ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ 8 മണിയായപ്പോ കറണ്ട് പോയി. പിന്നെ ഞങ്ങൾ മണ്ണെണ്ണ വിളക്കത്തില്ല. ഇതിന്റെ മണ്ടത്തരാ. ഇവൻ വിചാരിച്ചത് മറ്റേ മൊബൈൽ ടവറിന്റെ പോസ്റ്റാണ്. ഇലക്ട്രിക് പോസ്റ്റിന്റെ ചോട്ടിരുന്ന് ലൈവ് ഇട്ടിട്ട് അന്ന് ഇതൊന്നും അറിയത്തില്ലല്ലോ. ഇവിടെ മറ്റേ റെക്കമെൻഡേഷൻ MP റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവന്നേ ഇവിടെ ടവർ ഇതൊക്കെ. അതപ്പോ ഒറ്റ യൂസറേ ഉള്ളൂ ഇവിടെ. മറ്റേ നിവേദന അയച്ചിട്ട് വീട്ടിൽ വൈഫൈ വരുന്നതെല്ലാം ഒപ്പിട്ട് 1000 ഉണ്ടെങ്കിൽ വൈഫൈ തരാം. 1000 ഒപ്പുണ്ട് വൈഫൈ. എന്നിട്ട് 1000 പേർക്കും അറിയത്തില്ല. എങ്ങനെ ഒപ്പ് ചോദിച്ചു ചേട്ടാ ഒരു ഓട്ടോഗ്രാഫി അങ്ങനെ ഒപ്പ് ശേഖരിച്ചിട്ട് ടവറിന് ഒറ്റ യൂസറേ ഉള്ളൂ. അത് KMC കൊമ്പനാ. ഇന്നലെ ഭയങ്കര ഇതൊരു മല ബേസാണ് അളക്കുന്നത്. ഈ മല അവരുടെ അങ്ങനെ. ഈ കൊമ്പത്തിന് എത്ര മലയുണ്ട്? 2 3. 3 മല. 2 മല 2 മല അതിനില്ല. അതിന്റെ ഗൈസ് ദേ കിടക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നോ? വീട്ടിൽ കടത്തില്ലല്ലോ. വീട്ടിൽ ഇരുന്ന സമയമല്ല, അപ്പൊ കൂടെ കടന്നു. ഇന്നലെ ഞങ്ങൾ അടിമാലി പോയി. ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഇവിടെ പുരോഗമിച്ച് പുതിയ കടയൊക്കെ കാണിച്ചു തന്നെ. ട്രെൻഡ്സ് വന്നത് ഇവിടെ അടിമാലിയൊക്കെ ഭയങ്കര പുരോഗമനം പണ്ടേ ഉണ്ട് കേട്ടോ. കള്ളത്തരം പറയല്ലേ. അപ്പൊ ഇനി നമ്മുടെ പരിപാടി എന്തൊക്കെ? ഇനി വേറെ കഥ നടന്നു. നീ പറഞ്ഞ ഫ്ലോ പോകും. റെക്കോർഡിങ്. ഓക്കെ, അതായത് ഗൈസ് നമ്മൾ എണീറ്റു. കൊമ്പനി ഇപ്പൊ വിളിക്കും വിളിക്കുന്നരുത്. ഞാൻ 7 മണി വരെ കാത്തിരുന്നു. 7 മണിയായി, 8 മണിയായി, 9 മണിയായി, 9:30, 10 മണിയായി. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിയതുകൊണ്ടാ. ഇവന്റെ വീട്ടിൽ ഓണത്തിന് നമ്മളെ ക്ഷണിച്ചതാ. ഇന്നലെ ഉച്ചക്ക് പട്ടിണിയാക്കി. അതെ, ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ല. 2 മണി ലാസ്റ്റ് ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിട്ട് വിളിക്കുന്നില്ലല്ലോ. ഒരു ഫോർമാലിറ്റിക്ക് വിളിക്കണ്ടേ? സിനിമ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ പ്രാവശ്യം നമ്മള് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് പക്കരി നൈസിനെ ഫോൺ എടുത്ത് വിളിച്ചു. ഹലോ കൊമ്പാച്ച, ഞങ്ങളെ കാപ്പി കുടിക്കാൻ വേറെ ഹോട്ടലിൽ പോവാ. വേണ്ട, അപ്പൊ ഇവന് പറയുവാണ്, ഇല്ലല്ല ഇങ്ങോട്ടും ഇവിടെ കാപ്പിക്ക് റെഡി ആക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളെ വിളിച്ചില്ല, ഞങ്ങള് വേറെ കഴിക്കാൻ പോകുന്നു. അപ്പം പറഞ്ഞു ഇല്ലല്ല ഇങ്ങോട്ട് വാ, അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വക്കരി ഉടനെ പറഞ്ഞു, അല്ല ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ അല്ലേ പറഞ്ഞേ, എന്നാ ഇങ്ങോട്ട് വിളിക്കുന്നു. വക്കരി കോള് കിട്ടിയിട്ട് ഹലോ നിങ്ങളെവിടെയാ? അതെ, ഹോട്ടലൊന്നും അടുത്തില്ലാത്തോണ്ട് വന്നു. വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചേ. എങ്ങനെ കുളിച്ചെങ്ങനെ ഡാമേജ് അടിയാ? അത് കാലൊക്കെ എനിക്കൊന്ന് കുളിക്കണം. എന്തിനാ വെറുതെ പൊങ്ങണേ? അതെ, ഇവിടെ നമുക്ക് ഈ നാട്ടിലൊക്കെ ഇറങ്ങി മറ്റേ ടോയ്ലറ്റിലൊക്കെ പോയി കുളിച്ചാൽ പോരെ. അപ്പൊ പിന്നെ എന്തായാലും അടുത്ത പരിപാടി എന്തെങ്കിലും കൊണ്ടുപോയി കാണാം. അപ്പൊ എന്തായാലും ഉച്ചയായപ്പം ഇത് കണ്ടോ എന്തൊക്കെയാ മറ്റേ പാട്ടൊന്നും അടിക്കുക. ഇപ്പൊ ഒരു പാട്ട് പാടിയല്ലേ?
അച്ചടി വെച്ചിരി അച്ചാർ അങ്ങനെ മിച്ചത്തിൽ പല പച്ചക്കറി വെച്ചുണ്ടാക്കിയ കൊച്ചിക്കാരി കൊച്ചടത്തിക്കുന്നോടെ വീട്ടിലെല്ലാരും അമ്പാടിന്ന് വിളിക്കുന്നത്. 25 വയസ്സുള്ള അമ്പാടി. സദ്യ വന്നു, പഴം വന്നു, പപ്പടം വന്നു, പപ്പടം വന്നു. എന്നാ പിന്നെ ഇഞ്ചിത്തിയില് അവിയല് എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഫസ്റ്റ് ഫസ്റ്റ് വാ നല്ലൊരു ദിവസമായിട്ട് പപ്പടം വരാൻ പായ സമയത്ത് ഐസ്ക്രീം, അതാ അതിന്റെ ഒരു വൈബ്. ഇതുണ്ടോ ഫുള്ള് കറികളാ. വീഡിയോ കാണുന്ന എല്ലാവരും സദ്യ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അപ്പൊ എന്തായാലും ഫുഡ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങിയത് പുറത്തിറങ്ങി എൻജോയ്മെന്റ് സത്യം കഴിച്ചു. ആൽപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലന്റെ മുകളിലാണ്. പിന്നെ കൊമ്പന്റെ വീട്ടിന്റെ കൊമ്പന്റെ ഡാഡി നമുക്ക് 2 കൊക്കപ്പഴം തന്നു. കോക്കോ പഴം കൊല്ലങ്ങളായി സാധനം തന്നിട്ട് മനുഷ്യക്കെ. ഈ മുണ്ടൊക്കെ കൊടുത്തോണ്ടേ നടക്കാൻ പറ്റുന്നില്ല, ഒരുമാതിരി ആവുന്നു. നേച്ചർ എവിടെയെന്നറിയോ നമ്മൾ സ്റ്റേ ചെയ്ത അതുകൊണ്ട് ആ മല മഞ്ഞ് മൂടി കിടക്കുന്നത്. അതുകൊണ്ട് ഒരു ടവർ കാണുന്നുണ്ടോ? ഒരു ടവർ കാണുന്നുണ്ടോ? അതുകൊണ്ട് കുറച്ച് ഇരിക്കടാ. ആ ടവർ ഉണ്ടോ? ആ ടവറിന്റെ അവിടെ ഇതിലോട്ട് നമ്മള് താമസിച്ച കോട്ടേജ്. അതെങ്ങനെ കണ്ടുപിടിച്ചെന്നറിയോ? അതിന്റെ ഓപ്പോസിറ്റ് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. നമ്മള് മറ്റേ വ്യൂ പോയിന്റിൽ പോയി ഇതാണ് പരിപാടി. പൊട്ടിക്ക് ഇത് പൊട്ടി. ഇതെന്തുവാ അമ്പലമാണോ? മിക്കവാറും തല്ലി ഞാനിവിടെ കിടക്കും, മുണ്ട് കാരണം നടക്കാൻ വരും മേലെ. ഇതിലും വഴിയാന്ന വഴി. ഞാൻ കളയാൻ തോന്നണ്ടാ നിനക്ക്? ഞാൻ കളയാൻ പോയ പോക്കുണ്ടോ? മുണ്ട് കഥാത്തിച്ചോ ഊക്കേന്റെ പ്രതികാരത്തിന് തള്ളിയിടാൻ കൊണ്ടുവന്നു. ഒട്ടും വെയിലില്ലാത്തോണ്ട് ഒരു കുഴപ്പമില്ല. പാമ്പൊക്കെ ഉണ്ട് ഇവിടെ. എന്താ ഈ പറയണേ? ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാന്ന്. ആ ഞാനടുത്ത് കാറ്റത്ത് ഒഴിച്ചു പോയെന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് കണ്ടോ? ഇവിടുത്തെ സൗണ്ട് കണ്ടോ? മഴയും പെയ്യുന്നു. എന്തൊക്കെയാ ഇവിടെ എന്തൊക്കെയാ നടക്കണേ? അതെ ഗൈസ്, എന്തായാലും മഴ പെയ്യാൻ പോകുന്നത്. നമ്മളിനി തിരിച്ച് അങ്ങോട്ട് പോവാണ്. അവിടെ എന്നാ പരിപാടി? അവിടെ പോയിട്ട് അറിയത്തില്ല. അപ്പൊ ഞാൻ എന്തായാലും അവിടെ ചെല്ലണം. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പം തിരിച്ചു വന്ന് ഞങ്ങള് മലയൊക്കെ കണ്ട് തിരിച്ചു വന്ന്. ആൽപ്പാറ മല മല തന്നെയല്ലോ അത്. അതിനെന്തോ സംഭവം, അതെന്തോ സംഭവം എന്തോ. സത്യം പറയാം ഇവിടെ വലിയതായിട്ട് കൊതുകും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? അത് മാത്രം. കൊതുവിന് പോലെ 5 കൊതുക് ഫ്രണ്ട്സ് ടാഗ് വയറ് നിറയെ പലഹാരങ്ങളും നമുക്ക് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ അവന്റെ അടുത്ത് ചായ കുടിക്കാൻ പോവാടെന്ന് പറഞ്ഞപ്പോ അവൻ പറയാ അമ്മ ചോദിച്ചായിരുന്നു ചായ തരട്ടെ. പലഹാരമൊക്കെ നമ്മള് എറണാകുളത്ത് നടന്നു കേട്ടോ. ഇവിടെ നടക്കാനെന്നറിയോ? ഇനി അമ്മ ചോദിക്കും അവർക്ക് ചായ എന്ത് ചെയ്യും? അമ്മ ചുമ്മാ ഞങ്ങൾ സത്യം പറഞ്ഞ ഈ ഓണമുണ്ടും ഐവക്സിന്റെ ഷർട്ടൊക്കെ ഇട്ട് ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്നതിന്റെ ഒരു പൂച്ചക്കുഞ്ഞു പോലും കണ്ടിട്ടില്ല. സത്യം പറയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഹാപ്പി ഓണം പറയാൻ പോലും ആരും ഇല്ലായിരുന്നു. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എന്ത് ഹലുവ ഒരു കിടില ഡെഡ്ലി കോംബോ ആണ് കേട്ടോ. മിച്ചർ കൊള്ളാം. സെറ്റാണോ? അടിപൊളി ചായ, ഒന്നും പറയാം. നിശ്യം കട്ടൻ കാപ്പി, ഒന്നും പറയാം. ബ്രേക്ക്ഫാസ്റ്റ്, സദ്യ, ഫുഡൊക്കെ അടിപൊളി കേട്ടോ. അത് അടിപൊളി. സദ്യ അടിപൊളിയായിരുന്നു. കിണ്ണ സദ്യയായിരുന്നു. അപ്പൊ ഇനി എന്തായാലും നൈറ്റ് വല്ല പരിപാടി ഉണ്ടെങ്കിൽ കാണാം. പരിപാടി ഉണ്ടെന്നാണ് കൊമ്പന്റെ ഡാഡി പറഞ്ഞത്. അതെ ഉണ്ടാകും. ഫുൾ പാർട്ടി. ഫുഡ് വേറെ ഫുഡാ ആണല്ലേ? നോൺ വെജ്. അത് കലക്കി. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കാണാം.
അങ്ങനെ ഇതാ വൈകുന്നേരമായപ്പോൾ ബീഫും ബീഫും കപ്പയും. ഇതെന്താണ് സാധനം തടാ അങ്ങനെ വന്നാ ഗൈസ് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ ആശാൻ, നല്ല ഉറക്കത്തിലായിരുന്നു. കപ്പയും ബീഫ് കറിയും. യോഗുട്ടി ചട്ടം പീസൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ കായ എടുത്തടാ. ഇതിന്റെ ക്രെഡിറ്റ് ഫുള്ള് നമ്മുടെ ചാച്ചനാ. കപ്പയുടെ അല്ല ഗൈസ് അങ്ങനെ നമ്മുടെ ഓണം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങി തീർന്നു നീ. പിന്നെ വേറെ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, ഉറങ്ങാതെ ഇങ്ങനെ നിങ്ങളെ കണ്ട് നോക്കിയിരിക്കണം. പോവുകയാണ് ഇറങ്ങാൻ പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്ന് ഈ ഒരു പ്രാവശ്യത്തെ ഓണം? നിനക്ക് അഭിപ്രായമില്ലേ? എനിക്ക് അടിപൊളിയായിരുന്നു സത്യം പറയാറ്. ഞാൻ ഇതേവരെ ഓണം ഞാനിപ്പോ വൈകിട്ട് വരെ നിന്നാ വേറെ ഒന്നുമില്ല, കപ്പയും ബീഫും കഴിക്കാനാ ചാച്ചന്റെ. ആത്ത് കലക്കി. അത് എന്തായാലും മുതലായി. അതെ ഗൈസ്, ഞാൻ ഉറക്കത്തിലായതുകൊണ്ട് എനിക്ക് വലിയ ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല, ചെറിയ ക്ലിപ്പ് എടുത്താൽ നിക്കാം ഗൈസ്. അപ്പം കൊമ്പച്ച താങ്ക് യു, താങ്ക്സ് ഫോർ എവരിത്തിങ്. താങ്ക്സ്. ഇനി എന്തിനു ഷെയ്ക്കാൻ ഈ വീഡിയോ പകുതി ഫുള്ളും ഇടുക്കിനെ പറ്റി പറഞ്ഞല്ല, കൊമ്പാച്ചനെ പറ്റിയുള്ള കുറ്റങ്ങളാണ് ഗൈസ്. നമ്മൾ എന്ത് കളിയാക്കിയെങ്കിലും വീട്ടുകാരെ നാട്ടുകാരെ ഒന്നുമല്ല. അതെ, അല്ല നിങ്ങളെ മാത്രമാ വരുമല്ലോ എടുത്തോളാ ഗൈസ്. അപ്പൊ ഇനി എന്തായാലും നമ്മളിവിടെ ഇറങ്ങുവാണ്. അപ്പൊ എന്തായാലും ചെറിയൊരു ഔട്ടർ ആയാം ഗൈസ്. അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ കൊണ്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടാറ്റാ.